ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ രണ്ട് ഐറ്റംസ് കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് നുള്ളിപ്പുട്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഒരു 5 പാളയംകുടം പഴം, നല്ല പഴുത്ത പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയാലും 2 എടുക്കാം. നല്ലോണം കൈകൊണ്ട് തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ പുട്ടുപൊടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒരു സ്മൂത്ത്നെസ്സും അതുമാതിരി ഒരു ടേസ്റ്റും കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് യോജിപ്പിക്കാം. ഇനി അപ്പം ഇത് നമുക്ക് നുള്ളി ഇടുമ്പോൾ ചെറിയ ബോൾസുകളാക്കി വീഴണം. അപ്പോൾ ഇതിനാണ് നുള്ളിപ്പുട്ട് എന്ന് പറയുന്നത്. പുട്ടും പഴവും വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലും മതി. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബോൾസുകൾ ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.